അൻസാരികൾ, അതായത് മദീനക്കാർ എല്ലാവരും പിന്നെ റസൂലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും എല്ലാവരും ഒരാൾ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ റസൂലുള്ള പറഞ്ഞ് എൻ്റെ വാഹനമായ ഒട്ടകം എവിടെ മുട്ടുകുത്തുന്നോ അവിടെ ഞാൻ താമസിക്കും എന്ന് പറഞ്ഞ് അവിടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് പിന്നെ അവിടെ 10 ദിവസത്തോളം താമസിക്കുകയും അവിടെ ഒരു പള്ളി പണിയുകയും ചെയ്തു. ആ സ്ഥലമാണിത്. ഇപ്പോൾ ഭയങ്കര സെറ്റപ്പാണ്. പിന്നെ എന്താ പറയുക, ഇതാണ് മസ്ജിദ് കുബ. ഈ കുബ എന്ന് പറഞ്ഞ മസ്ജിദാണ്. ഇവിടെ 2 റക്അത്ത് നിസ്കരിച്ചാൽ നമുക്ക് ഒരു ഉംറ ചെയ്ത കൂലിയാണ്. അങ്ങനെയാണ് സംഭവം. അങ്ങനെയാണ് സംഭവം. ഇതൊക്കെ ഇപ്പോഴത്തെ സെറ്റപ്പാണ്. മുമ്പൊന്നും ഇങ്ങനെ ഇല്ല. അത് ഭയങ്കര സെറ്റപ്പായിപ്പോൾ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ വേറെന്തൊക്കെ വിശേഷം? ഇത് നമ്മളെ സുഹൃത്താണ്, നമ്മളെ നിയാസ് എന്ന് പറയുന്ന ആൾ, മാമ്പാട്ടുപുല മലപ്പുറം. പിന്നെ ഇത് നമ്മളെ മകനാണ്, ആ ചുവന്നപ്പായിട്ട ആൾ. നമ്മളിപ്പോൾ മസ്ജിദ് കുബയിലേക്ക് പോവാണ്. സുബഹി നിസ്കാരം ഇവിടെയാണ്. അങ്ങനെയൊക്കെയുള്ള പിന്നെന്താ വിവരങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ മസ്ജിദ് കുബയിലേക്ക് കയറാൻ പോവാണ്. അതിന് ആ മസ്ജിദ് കുബേൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പും കൂടി ഒന്ന് കാണിച്ചു തരാം. അവിടെ 2 റക്അത്ത് നിസ്കരിക്കണം. സുബഹി ഇവിടെ തന്നെയാണ്. സുബഹി ജമാഅത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഇത് ചെരുപ്പ് സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം. ചെരുപ്പൊക്കെ മേലെ കയറ്റിച്ചാടേ. $114 നമ്മളെ ചെരുപ്പ്. 114. ഇതിന് കുറേ അതിൽ പോകുന്ന ആൾക്കാർ ഇവിടെയല്ലേ നമുക്ക് പോകണ്ടേ? ഒട്ടകം ഇവിടെയല്ല മുട്ടുകുത്തിയ. വീഡിയോ പ്രശ്നമുണ്ടോ? ആൾക്കാരൊക്കെ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി തിരക്ക് കൂടാണ് ഇവിടെ. ഇതാണ് പള്ളി. സെറ്റപ്പ് പള്ളിയാണ്.